ഓഗി എന്ന ഈ ഒരു നീലപ്പൂച്ച അറിയാത്തവരെ ആരാണുള്ളത്? നമ്മുടെയെല്ലാം കുട്ടിക്കാലത്തും എന്തിന് ഇന്നും ടി വിയിൽ കാർട്ടൂൺ വന്ന ചാനൽ മാറ്റം മടിക്കുന്നവരാണ് നമ്മൾ പലരും. ഓഗിയുടെ നിസ്സഹായതയും പാറ്റുകളുടെ കുസൃതികളും ജാക്കിൻ്റെ ഹീറോയിസവും തലച്ചോറിന് വിശ്രമം നൽകി നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച ഒരു കിടിലൻ കാർട്ടൂണാണ് അല്ലേ? പക്ഷേ ആ ചിരികൾക്കപ്പുറം ഈ നിഷ്കളങ്കമെന്ന് നമ്മൾ കരുതുന്ന കാർട്ടൂണിന് ഇരുണ്ട ഒരു വശമുണ്ടെങ്കിലോ? നമ്മൾ ചിരിച്ചു തള്ളുന്ന ഓരോ എപ്പിസോഡിലും ഒളിഞ്ഞിരിക്കുന്ന ചില നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇത് ഓഗിയെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിമറിച്ചേക്കാനോ സാധ്യതകളുണ്ട്. ഒരാളെ നിരന്തരം ബുദ്ധിമുട്ടിക്കുക, അവൻ്റെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുക, ഭക്ഷണം മോഷ്ടിക്കുക, ഉറങ്ങാൻ സമ്മതിക്കാതിരിക്കുക, അവൻ്റെ വസ്തുവകൾ നശിപ്പിക്കുക, ഇതിനെയെല്ലാം നമ്മൾ യഥാർത്ഥ ജീവിതത്തിൽ എന്താണ് വിളിക്കുക? ബുള്ളിയിങ് അഥവാ ക്രൂരമായ പീഡനം. പാറ്റകൾ ചെയ്യുന്നത് വെറും തമാശയല്ല, അതൊരു കാരണവുമില്ലാതെ ഓഗിയെ മാനസികമായി ശാരീരികമായി ഉപദ്രവിക്കലാണ്. ഓരോ തവണ ഓഗി സന്തോഷമായിരിക്കാൻ ശ്രമിക്കുമ്പോഴും അവൻ്റെ ജീവിതം നശിപ്പിക്കുക എന്നത് മാത്രമാണ് പാറ്റകളുടെ ലക്ഷ്യം. നമ്മളിത് കണ്ട് ചിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ആഘോഷിക്കുന്നത് ക്രൂരമായ ബുള്ളിങ്ങിനെയാണ്. ഇതൊരു കാർട്ടൂൺ അല്ലേ, ഇതിലൊക്കെ എന്തിരിക്കുന്നു എന്ന് ചോദിക്കാം. എന്നാൽ കുട്ടികളുടെ മനസ്സിൽ ഇത് എന്ത് സ്വാധീനമാണ് ഉണ്ടാക്കുന്നത്? പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനുള്ള ഏക മാർഗം അക്രമമാണെന്ന ഒരു സന്ദേശമാണ് ഇത് കുട്ടികളിലേക്ക് എത്തിക്കുന്നത്. സംസാരത്തിലൂടെയോ സമാധാനപരമായ രീതിയിലൂടെയോ ഒരു പ്രശ്നവും ഇവിടെ പരിഹരിക്കപ്പെടുന്നില്ല. അടിക്ക് തിരിച്ചടി, പ്രതികാരം, ഇതാണ് ഓഗിയുടെ ഈ ലോകം. ഓരോ എപ്പിസോഡും അവസാനിക്കുന്നത് ഒന്നുകിൽ ഓഗിയുടെ അല്ലെങ്കിൽ പാർട്ടികളുടെ സമ്പൂർണ്ണ നാശത്തോടെയാണ്. ഒന്ന് സമാധാനമായി ഭക്ഷണം കഴിക്കാനോ ടി വി കാണാനോ ഉറങ്ങാനോ പോലും സാധിക്കാത്ത ഒരു ജീവിതം. എപ്പോൾ വേണമെങ്കിലും ആരും ആക്രമിക്കാമെന്ന ഭയം. സ്വന്തം വീട്ടിൽ പോലും ഒരു സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥ. ഇത് ഓഗിയുടെ മാനസികാരോഗ്യത്തെ എങ്ങനെ ബാധിച്ചിട്ടുണ്ടാകും? ഓഗി അനുഭവിക്കുന്നത് വെറും ശാരീരിക പീഡനമല്ല, അത് കടുത്ത മാനസിക പീഡനമാണ്. അവൻ നിരന്തരമായ ഭയത്തിലും വിഷാദത്തിലുമാണ് ജീവിക്കുന്നത്. അവൻ്റെ സന്തോഷങ്ങളെല്ലാം താൽക്കാലികമാണ്. അടുത്ത നിമിഷം പാറ്റകൾ വന്ന് അതെല്ലാം തകർക്കുമെന്ന് അവനറിയാം. നമ്മൾ കാണുന്ന നിസ്സഹായനായ ആ പൂച്ച യഥാർത്ഥത്തിൽ ക്രൂരമായ ഗാർഹിക പീഡനത്തിൻ്റെ ഇരയാണ്. ഞാൻ ഈ കാർട്ടൂൺ മോശമാണെന്നോ ഇത് കാണരുതെന്നോ അല്ല പറയുന്നത്. ഓഗിയും പാറ്റകളും ഇന്ന് നമ്മളെ ചിരിപ്പിക്കുന്ന മികച്ച ഒരു എൻ്റർടൈനർ തന്നെയാണ്. പക്ഷേ ഓരോ തമാശയ്ക്ക് പിന്നിലും ഒളിഞ്ഞിരിക്കുന്ന ഈ ഇരുണ്ട വശങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. ഒരു തമാശ എപ്പോഴാണ് ബുള്ളിങ്ങായി മാറുന്നത്? അക്രമം എപ്പോഴാണ് ഒരു സാധാരണ കാര്യമായി മാറുന്നത്? ഒരു കാർട്ടൂൺ കഥാപാത്രമാണെങ്കിൽ പോലും അവൻ്റെ വേദനകളെ നമ്മൾ എന്തിനാഘോഷിക്കണം? ഇനിയൊരിക്കൽ നിങ്ങൾ ഓഗിയും ആൻഡ് കോക്രോച്ചസ് കാണുമ്പോൾ ഈ ചോദ്യങ്ങൾ കൂടി മനസ്സിൽ വെക്കുക. ഒരുപക്ഷെ ആ നീലപ്പൂച്ചയുടെ വേദനയും നിസ്സഹായതയും നിങ്ങൾക്കിപ്പോൾ കാണുന്നു കഴിഞ്ഞേക്കും. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ നിന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയേര്. അടുത്തത് ഏതിനെപ്പറ്റി വേണമെന്നുള്ള കാര്യം കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേര്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വിഷയമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവരും ചമർക്കും. ബൈ ബൈ.